ഇന്നത്തെ ക്ലാസ് ജോൺ ലോക്കിനെ കുറിച്ചാണ്. ജോൺ ലോക്ക് വാസ് an English philosopher, physician, and he was popularly known as the father of liberalism and father of English empiricist. And he published a series of works supported what is empiricism, and also what he could influence many people. Especially he could influence American revolutionaries as well as the revolutionaries who caused for the glorious revolution. നമ്മൾ ജോൺ ലോക്കിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ജോൺ ലോക്ക് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ലിബറലിസം എന്നാണ്. ഇംഗ്ലണ്ടിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് എംപെറിസിസ്റ്റ് ആണ് ജോൺ ലോക്ക്. എംപെറിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോളജ് ത്രൂ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ലേൺ നോളജ് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് എംപെറിസിസ്റ്റ് എന്നറിയപ്പെടുന്നത്. അനുഭവത്തിലൂടെ സത്യങ്ങൾ, കാര്യങ്ങൾ തിരിച്ചറിയുക, അതാണ് എംപെറിസിസ്റ്റ്. ജോൺ ലോക്ക് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ജോൺ ലോക്ക് അദ്ദേഹത്തിന് ലോകത്തിലുള്ള പല ഫിലോസഫേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചത് ജോൺ ലോക്കിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിനും അതിന് കാരണക്കാരായ റെവല്യൂഷണറീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അമേരിക്കൻ റെവല്യൂഷണറീസിനെയും ഒപ്പം തന്നെ ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷന് കാരണക്കാരെയും ഒക്കെ. ഇതൊക്കെ അമേരിക്കൻ റെവല്യൂഷനും ഗ്ലോറിയസ് റെവല്യൂഷനും എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ അവരുടെ ടിറണിക്കൽ റൂളേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്തതാണ്. അപ്പം ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ജോൺ ലോക്കിന് സാധിച്ചു അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ജോൺ ലോക്ക് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഒന്ന് നോക്കാം. 1632 ജോൺ ലോക്ക് ജനിക്കുന്നത് ബ്രിസ്റ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ആൻഡ് ഹു സ്പെൻഡ് ഹിസ് ചൈൽഡ്ഹുഡ് ഇൻ സോമർസെറ്റ്. വെസ്റ്റ്മിൻസ്റ്റർ എന്ന സ്കൂളിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രൈമറി എഡ്യൂക്കേഷനൊക്കെ. ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്കൂൾ എഡ്യൂക്കേഷൻ he got admission in Christ Church. എന്നാൽ അദ്ദേഹത്തിന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ ട്രഡീഷണൽ കരിക്കുലത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് കണ്ടംപററി ഫിലോസഫീസിനോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. കൂടുതൽ അദ്ദേഹം വാസ് വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ കണ്ടംപററി ഫിലോസഫീസ് റാദർ ദാൻ ദ ട്രഡീഷണൽ കരിക്കുലം. എസ്പെഷ്യലി റാനെ ഡെസ്കാർട്ടേസ് ഫിലോസഫീസ് അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫിലോസഫീസും മെഡിസിൻ പോലുള്ള സബ്ജക്റ്റുകളിലാണ് അദ്ദേഹം കൂടുതലും താല്പര്യം കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റിയിൽ അദ്ദേഹം ഒരു മെമ്പറായി. ഇവൻച്വലി ഹി ബിക്കം എ മെമ്പർ ഓഫ് ദ റോയൽ സൊസൈറ്റി. ദെൻ 1667 ആയപ്പോഴേക്കും അദ്ദേഹം ഹി പ്രാക്ടീസ് മെഡിസിൻ. അദ്ദേഹത്തിൻ്റെ പഠനത്തിനോടൊപ്പം തന്നെ അദ്ദേഹം മെഡിസിൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് സർവീസിലേക്ക് വരുമ്പോൾ വിവിധ തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ ഓഫീസറായിട്ട് ഇദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ പറയാനുണ്ടായിരുന്ന പ്രധാന റീസൺ എന്ന് പറയുന്നത് he got opportunity to meet the common people and hear them and know their grievances. അപ്പോൾ ഇദ്ദേഹം വിവിധ ഗവൺമെൻറ് ജോലി ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹത്തിന് കൂടുതൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും ഗവൺമെൻറ് പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനൊക്കെ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി. സോ ഹി ഹെൽഡ് ഡിഫറെൻറ്റ് പോസ്റ്റ് ലൈക്ക് സെക്രട്ടറി ഓഫ് ദ ബോർഡ് ഓഫ് ട്രേഡ് ആൻഡ് പ്ലാന്റേഷൻസ്, സെക്രട്ടറി ടു ദ ലോർഡ്സ് പ്രൊപ്രൈറ്റർ ഓഫ് കരോളിന. ഇതൊക്കെ ഇദ്ദേഹത്തിന് കുറച്ചുകൂടി ഈ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനും ഗവൺമെൻറ് പോളിസീസ് മനസ്സിലാക്കുന്നതിനും ജനങ്ങളും ഗവൺമെൻറ്റും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിന് ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റൂൾഡ് ആൻഡ് ദ ഗവൺമെൻറ് ആൻഡ് ദ ഗവേൺഡ്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എവിടെയോ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഒരു ഗവൺമെൻറ്റിന് സംശയം തോന്നുകയും അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് ജോലി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1683 റൈ ഹൗസ് പ്ലോട്ട്, ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പ്ലോട്ടിൽ ഇദ്ദേഹവും ഇൻവോൾവ്ഡ് ആണ് എന്നൊരു ആരോപണം അദ്ദേഹത്തിന് മുകളിൽ വരികയും ചെയ്തു. ദെൻ ഹി എസ്കേപ്ഡ് ഫ്രം ദർ ആൻഡ് ഗോട്ട് ഷെൽട്ടർ ഇൻ നെതർലാൻഡ്. ദെൻ 5 years ഹി വാസ് ഇൻ എക്സൈൽ. ദെൻ അദ്ദേഹം തിരിച്ചു വന്നു. ആ 5 വർഷം അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതായത് he utilized that time, അല്ലെങ്കിൽ used that time for evaluating the performance of the government.
എന്നിട്ട് അദ്ദേഹം കുറച്ചേറെ വർക്കുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം അതിന് ശേഷം പബ്ലിഷ് ചെയ്യുകയും ആൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് വർക്ക് റിസീവ്ഡ് ബൈ ദ പീപ്പിൾ. മിക്കവാറും എല്ലാ വർക്കുകളും അദ്ദേഹത്തിൻ്റെ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹം അവിവാഹിതനാണ്. 1704 ഇദ്ദേഹം മരണമടഞ്ഞു. ഇനി നമുക്ക് നോക്കാം ജോൺ ലോക്ക് ചരിത്രത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ വാട്ട് വാസ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്. ഫസ്റ്റ് he is remembered for different what is work or the philosophies. First is theory of mind. ഇദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വിവിധതരം ഫിലോസഫീസും വർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ബുക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് തിയറി ഓഫ് മൈൻഡ്. എന്താണ് ജോൺ ലോക്ക്, ഒരു മനുഷ്യ മനസ്സിനെ കുറിച്ച് ജോൺ ലോക്കിൻ്റെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പെർസ്പെക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. So Locke's theory of mind, alongside his political ideas, stands as a seminal influence and is frequently credited with originating contemporary notions of identity and selfhood. He introduced the concept of self as a continuity of consciousness, pioneering this understanding. Then John Locke proposed that at the moment of birth, the mind was devoid of content, a blank slate or a tabula rasa. So unlike the Cartesian belief in inherent ideas, he argued that humans enter the world without innate knowledge. Instead, he asserted that our understanding is shaped solely by experiential learning drawn from sensory perceptions. ജോൺ ലോക്ക് പറയുന്നത് ഒരു ഹ്യൂമൻ മൈൻഡിനെ അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് ബ്ലാങ്ക് സ്ലേറ്റിനോടാണ്, ഒന്നും രേഖപ്പെടുത്താത്ത എഴുതപ്പെടുത്താത്ത ഒരു സ്ലേറ്റിനോടാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ന്യൂ ബോൺ ബേബിയുടെ മൈൻഡ് എന്ന് പറയുന്നത് ലൈക്ക് എ ബ്ലാങ്ക് സ്ലേറ്റ്, അതിലൊന്നുമില്ല. അതിന് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ടേം എന്ന് പറയുന്നത് ടാബുല റാസ. സോ ഒരു ഹ്യൂമൻ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ഒന്നും രേഖപ്പെടുത്താത്ത എഴുതപ്പെടുത്താത്ത ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെ ഇരിക്കും. പിന്നീട് ഓരോ നിമിഷവും അതിലേക്ക് ഇങ്ങനെ റൈറ്റിങ്സുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പാരൻസ് പറഞ്ഞു കൊടുക്കുന്നതും റിലേറ്റീവ്സ് പറഞ്ഞു കൊടുക്കുന്നതും നെയ്ബേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതും ആ കുട്ടി വളരുന്നതനുസരിച്ച് ആ മൈൻഡിൽ ഇങ്ങനെ റൈറ്റിങ്ങും ഇറേസിങ്ങും ഓവർ റൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ, അതാണ് ആ കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ്. അതായിരിക്കും ഒരു കുട്ടി മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ ബർത്ത്, ജനനത്തിന് ശേഷം മാത്രമാണ് ആ കുട്ടിയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതിൽ സത്യമുണ്ടാവാം, ചിലത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് അതിലേക്ക് വരാം. അങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഒരു ബിഹേവിയറും അവരുടെ ഫിലോസഫിയും ഒക്കെ ഫോം ചെയ്തു വരുന്നത്. ജോൺ ലോക്ക് പറഞ്ഞിരിക്കുന്ന ഈ തിയറി, അതുവരെ വിശ്വസിച്ചിരിക്കുന്ന ഒരു തിയറി എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ റാനെ ഡെസ്കാർട്ടെ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഹെറൻറ്റ് ഐഡിയാസ്, നമ്മുടെ ഒരു ഇന്നേറ്റ് നോളജോടുകൂടി കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുറച്ച് അറിവോടുകൂടിയാണ് ജനിക്കുന്നത് എന്നുള്ളൊരു ഫിലോസഫിയാണ് റാനെ ഡെസ്കാർട്ടെ പറഞ്ഞിരിക്കുന്നത്, കാർട്ടീഷ്യൻ തിയറി പറഞ്ഞിരിക്കുന്നത്. ജോൺ ലോക്ക് അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു പ്രീ നോളജോടുകൂടിയല്ല ഒരു കുട്ടി ജനിക്കുന്നത്, പകരം ആഫ്റ്റർ ദ ബർത്തിന് ശേഷം മാത്രമാണ് ആ കുട്ടി നോളജ് അക്വയർ ചെയ്യുന്നത്. സോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അക്വയറിങ് നോളജ് ബൈ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കണം ഒരാൾ അവരുടെ നോളജ് തിരിച്ചറിയേണ്ടത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കണം. അതാണ് വിച്ച് ഷേപ്പ് ദ നോളജ് നോളജ് ഓഫ് പീപ്പിൾ. ഒരാളുടെ ഒരു അറിവിനെ ഷേപ്പ് ചെയ്യുന്നതും അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നതും ഒക്കെ എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യുന്ന നോളജ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ദി ട്രൂത്ത്. അതായിരിക്കും സത്യം എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. ദെൻ അനദർ തിങ് ഈസ് ഹിസ് പൊളിറ്റിക്കൽ തിയറി. ജോൺ ലോക്കിൻ്റെ പൊളിറ്റിക്കൽ തിയറിയോട് ചേർന്നാണ് തിയറി ഓഫ് മൈൻഡ് വരുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ തിയറിയിലാണ്. Locke's most influential work on political theory, that is, 2 treatises of government. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ തിയറിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, in order to explain his political theory, he published a work called 2 treatises of government. Then initially published anonymously in 1689. കാരണം 5 വർഷത്തോളം ഇദ്ദേഹം എക്സൈലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ അദ്ദേഹം പബ്ലിഷ് ചെയ്തൊരു വർക്കാണ് 2 treatises of government. പക്ഷെ ഇതൊരു അനോണിമസ് വർക്കായിട്ടാണ്. ആരാണ് ഇത് എഴുതിയിരിക്കുന്ന ഓതറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ, റിവീൽ ചെയ്യാതെയാണ് ആ വർക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്.
Okay, the first two treatises ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ it has two part, and the first part which about what is the duties of the government, എന്തൊക്കെയാണ് അതിൽ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. So the first treatise primarily aimed to challenge Sir Robert Filmer's idea, particularly his work Patriarcha, which asserted that civil society was based on and divinely ordained patriarchal system. So ഈ ഫസ്റ്റ് പാർട്ടിൽ അദ്ദേഹം പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയെ പറ്റി പറയുന്നു, ഒപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയെ പറയുമ്പോൾ തന്നെ ഹി ക്വസ്റ്റ്യൻഡ് പൊളിറ്റിക്കൽ ഐഡിയ ഷെയർഡ് ബൈ റോബർട്ട് ഫിൽമർ. റോബർട്ട് ഫിൽമർ അദ്ദേഹത്തിൻ്റെ വർക്കായ പാട്രിയാർക്കിയിൽ ഹു സപ്പോർട്ടഡ് മൊണാർക്കിക്കൽ റൂൾ. റോബർട്ട് ഫിൽമർ മൊണാർക്കിക്കൽ റൂളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം പബ്ലിഷ് ചെയ്ത വർക്കാണ് പാട്രിയാർക്ക. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സൊസൈറ്റി ഒരു ഡിവൈൻ ഓർഡൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു ദൈവിക രീതിയിലാണ് അതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു പാട്രിയാർക്കൽ സിസ്റ്റമാണ്. അതായത് പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ഫാദർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരിക്കും അതിൻ്റെ ഡൊമിനേറ്റിംഗ് ഫിഗർ എന്ന് പറയുന്നത്. സെയിം വേ ഒരു സൊസൈറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് എപ്പോഴും റൂളറായിരിക്കും. ആ റൂളറിനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് പരിചിതമായ പാട്രിയാർക്കൽ സൊസൈറ്റി അങ്ങനെയല്ലേ, ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ഫാദറിനെയോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് പാട്രിയാർക്കൽ സൊസൈറ്റി. So in this treatise, Locke systematically dissects Filmer's arguments, refuting his claims rooted in scripture and deriding them as baseless, and ultimately asserting that no government can justify its existence through the divine right of kings. ഇപ്പോൾ ജോൺ ലോക്ക് പറയുന്നു, പാട്രിയാർക്കിയാണ് സൊസൈറ്റി എങ്കിൽ, പാട്രിയാർക്ക എന്ന വർക്കിനെയാണ് പറഞ്ഞത്, പാട്രിയാർക്ക എന്ന വർക്കിലൂടെ സൊസൈറ്റി പാട്രിയാർക്കലാണ് എങ്കിൽ അതിനുവേണ്ടി ആ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ക്ലെയിം ചെയ്യുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് ഓൺ എർത്ത് എന്നുള്ള തിയറിയാണ്, അല്ലേ, ഡിവൈൻ റൈറ്റ് തിയറിയാണ് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ ജോൺ ലോക്ക് പറയുന്നു, ഒരു ഗവൺമെൻറ്റിനും അങ്ങനൊരു തിയറി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം പഠിച്ച തിയറിയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ എവിടെയും ദൈവം രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിലേക്ക് ജന്മമെടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു റെക്കോർഡ്സ് അദ്ദേഹത്തിന് എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. സാധാരണ ഹ്യൂമൻ ബീയിങ് ജനിക്കുന്നത് പോലെ തന്നെയാണ് രാജാവും ജനിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഹൗ ക്യാൻ സപ്പോർട്ട് ദാറ്റ് ദ king is the representative of God on earth? So he said that no government can justify its existence through the divine right of kings. Then second treatise, ആ ബുക്കിന്റെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം പറയുന്നത്, the second treatise constructs a framework for civil society. ഇനി അങ്ങനെയാണെങ്കിൽ സിവിൽ സൊസൈറ്റി ഒരു ഡിവൈൻ ഓർഡറിലല്ല നിലനിൽക്കുന്നത് എന്ന് ജോൺ ലോക്ക് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ടു ട്രീറ്റൈസ് എന്ന ബുക്കിൽ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് എന്നതിന് അദ്ദേഹം ആൻസർ നൽകണം. ഹി ഷുഡ് ആൻസർ ടു എങ്ങനെ, ഹൗ ദ സിവിൽ സൊസൈറ്റി എക്സിസ്റ്റ്. So Locke begins by depicting the state of nature, a more ordered concept compared to Thomas Hobbes' depiction of perpetual conflict. So അദ്ദേഹം പറയുന്നത് സൊസൈറ്റി, ഒരു സിവിൽ സൊസൈറ്റി നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്, സൊസൈറ്റി ഫോം ചെയ്തത് എന്ന് പറയുന്നത് എവല്യൂഷനിലൂടെ ഫോം ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റി. അങ്ങനെ എവല്യൂഷനിലൂടെ ഫോം ചെയ്തു വരുന്ന സൊസൈറ്റിയിൽ എല്ലാ കാലത്തും ഗവേൺഡിൻ്റെ കൺസെന്റ് ഉണ്ടായിരിക്കണം. സോ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ആ അതോറിറ്റിക്ക് അത് റൂൾ ചെയ്യാനുള്ള പവർ ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നായിരിക്കും. അതല്ലാതെ ഒരു സൊസൈറ്റിയും അങ്ങനെ ഒരു സൊസൈറ്റി നിലകൊള്ളാൻ സാധ്യതയില്ല. സോ ഹി സ്റ്റേറ്റഡ് ദാറ്റ് any government operating without the people's consent theoretically remains subject to being overthrown. അപ്പം ജോൺ ലോക്ക് പറയുന്നു, ഒരു സിവിൽ സൊസൈറ്റിയിൽ അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗവേൺഡ് ഉണ്ട്, പീപ്പിൾ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. ഈ ഗവൺമെന്റും സബ്ജക്റ്റും, വിച്ച് മീൻസ് റൂളറും സബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ അല്ലാതെ വരുന്ന ഒരു ഗവൺമെന്റിനും സബ്ജക്റ്റിനെ റൂൾ ചെയ്യാൻ അധികാരമില്ല എന്നാണ്
ജോൺ ലോക്ക് അവകാശപ്പെടുന്നത്. സോ ജോൺ ലോക്ക് അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദിസ് പീപ്പിൾ? ഗവൺമെൻറ് അധികാരത്തിൽ വരണമെങ്കിൽ ഇറ്റ് ഈസ് ദ പീപ്പിൾസ് ഡ്യൂട്ടി ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദെയർ ഗവൺമെൻറ്. അങ്ങനെ അല്ലാതെ വരുന്ന ഏത് ഗവൺമെൻറ്റിനെയും ഡീപ്പോസ് ചെയ്യാനുള്ള റൈറ്റ് പീപ്പിളിനുണ്ട് എന്നാണ് ജോൺ ലോക്ക് അവകാശപ്പെടുന്നത്. സോ Locke's political theory was founded on social contract theory. Unlike Hobbes, John Locke believed that human nature is characterized by reason and tolerance. അപ്പോൾ നമ്മൾക്ക് ഒരു അദ്ദേഹം ലോ ഓഫ് നേച്ചർ അല്ലെങ്കിൽ നാച്ചുറൽ റൈറ്റ്സ് ഓഫ് പീപ്പിൾ ആണ് ജോൺ ലോക്ക് പറയുന്നത്. ജനങ്ങളുടെ അവകാശമാണ് ഗവൺമെൻറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നത്. ആ ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിൽ മിസ്ബിഹേവ് ചെയ്യുകയാണെങ്കിൽ, അതല്ല എവേ ഫ്രം ദെയർ ഡ്യൂട്ടിയിൽ നിന്ന് പിന്മാറുകയാണ് എങ്കിൽ, പുവർ പെർഫോമൻസ് ആണെങ്കിൽ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് പീപ്പിൾ ടു ഡീപ്പോസ് ദം. അവരെ ഡീപ്പോസ് ചെയ്യുക എന്നത് പീപ്പിളിൻ്റെ ഡ്യൂട്ടിയാണ് എന്നതാണ് ഈ വർക്കിൻ്റെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നാൽ ജോൺ ലോക്ക് അങ്ങനെയാണെങ്കിൽ വാട്ട് ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഈസ് ബെറ്റർ എന്നുള്ളതിന് ജോൺ ലോക്ക് ഒരിക്കലും അദ്ദേഹം ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്റിന് അദ്ദേഹം പറയുന്നില്ല. പകരം ഹി ബിലീവ്ഡ് എ ലെജിറ്റിമേറ്റ് കോൺട്രാക്ട് കുഡ് ഈസിലി എക്സിസ്റ്റ് ബിറ്റ്വീൻ സിറ്റിസൺസ് ആൻഡ് മൊണാർക്ക് ആൻഡ് ഒളിഗാർക്കി ഓർ ഇൻ സം മിക്സഡ് ഫോം. അപ്പോൾ ഒരു മൊണാർക്കിക്കൽ ഫോം അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൊണാർക്കിക്കൽ ഫോം ഇസ് ബെസ്റ്റ്. അതിൽ പക്ഷെ ആരുടെ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം? കോമൺ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു ഗവൺമെൻറ്റിനെയാണ് ജോൺ ലോക്ക് എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഇദ്ദേഹം ഈ പൊളിറ്റിക്കൽ തിയറി അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഫിലോസഫിയാണ് നാച്ചുറൽ റൈറ്റ്സ്. അപ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായൊരു സംശയം വരും. ജോൺ ലോക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന തിയറി പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് യൂറോപ്പിൽ എല്ലായിടത്തും മൊണാർക്കിക്കൽ റൂളാണുള്ളത്. അപ്പം ജനങ്ങൾക്ക് അത് അത്ര പെട്ടെന്ന് ഇത് ടോളറേറ്റ് ചെയ്യാനോ ഡൈജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. കാരണം പീപ്പിൾ ബിലീവ്ഡ് ദാറ്റ് ദെയർ കിങ് ഇസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഗോഡ് ഓൺ എർത്ത്. അപ്പോൾ രാജാവ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയോട്, അല്ല നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ജനങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറല്ല. അപ്പോൾ ആദ്യം ജനങ്ങൾക്ക് അവരുടെ പൊളിറ്റിക്കലി കോൺഷ്യസ് ചെയ്യുക എന്നതാണ്. സോ ദാറ്റ് ടു ടീച്ച് ദം അബൌട്ട് ദെയർ റൈറ്റ്സ്, ജോൺ ലോക്ക് who developed a theory called natural rights. So natural rights means individuals have a right to protect their life, health, liberty or possessions. അപ്പം ഇവരുടെ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലിവ്, റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു ഒപ്പീനിയൻ, അങ്ങനെയൊക്കെയുള്ള നമ്മുടെ അവകാശങ്ങൾ ഒക്കെ നാച്ചുറൽ റൈറ്റ്സ് ആണ്. ആ നാച്ചുറൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് പെർഫോം ചെയ്യാം എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. ഹി ഡിഫൈൻസ് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഹ്യൂമൻസ് ആർ റാഷണൽ ആൻഡ് ഫോളോ നാച്ചുറൽ ലോ and in which all men are born equal with the right to life, liberty and property. അപ്പോൾ കുറച്ചുകൂടി ഒരു സിംപ്ലിഫൈ ചെയ്ത് ജോൺ ലോക്ക് പറയുകയാണ്, നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്. ഓൾ മെൻ ആർ ബോൺ ഈക്വൽ, എല്ലാവരും സ്വതന്ത്രരായി ജനിക്കുന്നു എന്ന പോലെ തന്നെ എല്ലാവർക്കും ജീവിക്കാനും സ്വത്ത് സമ്പാദിക്കാനും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോൺ ലോക്ക് നാച്ചുറൽ റൈറ്റ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ നാച്ചുറൽ റൈറ്റ്സിൽ ഒന്നാണ് അവരവരുടെ ഗവൺമെൻറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഈ നാച്ചുറൽ റൈറ്റ്സ് ഏതെങ്കിലും തരത്തിൽ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് എങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നതിനുള്ള അതോറിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. John Locke argued that individuals enter into civil society to protect their natural rights via unbiased judge or common authority such as court. അപ്പോൾ ഈ നാച്ചുറൽ റൈറ്റ്സിന് ഏതെങ്കിലും തരത്തിൽ തടസ്സം നേരിടുകയാണ് എങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനും ആ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ കോർട്ട് പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കണം.